പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മൃഗപ്രജനന നിയന്ത്രണ കേന്ദ്രം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പറളിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് നിർവഹിച്ചു. വീടുകളിൽ ജൈവമാലിന്യം സംസ്കരിക്കാൻ സൗകര്യം ഒരുക്കുന്നവർക്ക് 5% നികുതി ഇളവ് നൽകുമെന്നും 50,000-ഓളം വിദ്യാർത്ഥികൾക്ക് ശുചിത്വ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് സാനിറ്ററി മാലിന്യം സംസ്കരിക്കാനായി 4 പ്ലാന്റുകൾ പുതുതായി ആരംഭിക്കുമെന്ന് മന്ത്രി രാജേഷ്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്ത പദ്ധതിയായി ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ മൃഗപ്രജനന നിയന്ത്രണ കേന്ദ്രം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ABC കേന്ദ്രത്തിന്റെ കാര്യത്തിൽ പറഞ്ഞില്ല. പക്ഷെ പട്ടി കളിച്ചാലും കുറ്റം മുഴുവൻ അയക്കാൻ, കുറ്റം മുഴുവൻ സർക്കാരിന്, മന്ത്രിക്ക്, തദ്ദേശ സ്ഥാപനങ്ങൾ. അപ്പൊ 2 പ്രധാന ജോലിയാണ് ഇപ്പോൾ. ഒന്ന് ചവറ് പോരണം, പിന്നെ പട്ടി പിടിക്കണം. ഇത് 2. ഇപ്പൊ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഉണ്ടായ മാറ്റം നമ്മളെല്ലാം കണ്ടു. ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വച്ഛ സർവേക്ഷൺ ശുചിത്വ സർവേ നടന്നപ്പോൾ വലിയ കുതിപ്പാണ് കേരളത്തിലെ നഗരസഭകൾക്ക് ഈ വർഷം ഉണ്ടാക്കാൻ കഴിയും. കണ്ണൂർ, മലപ്പുറം, എറണാകുളം, കൊല്ലം ജില്ലകളിൽ ആരംഭിക്കുന്ന ഈ പ്ലാന്റുകളിൽ പ്രതിദിനം 100 ടൺ സാനിറ്ററി മാലിന്യം സംസ്കരിക്കാൻ സാധിക്കും. ഇവയുടെ നിർമ്മാണം 5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇതോടെ സംസ്ഥാനത്തെ സാനിറ്ററി മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും. ഒറ്റപ്പാലം, ആലത്തൂർ, ചിറ്റൂർ, പാലക്കാട് എന്നിവിടങ്ങളിലെ ABC കേന്ദ്രങ്ങളിൽ പ്രതിവർഷം 6000-ഓളം നായകളെ വന്ധ്യംകരിക്കാൻ സാധിക്കും. ഓരോ സെന്ററുകളിലായി 120-ഓളം നായകളെ വന്ധ്യംകരണം നടത്തുന്നു. 2016 മുതൽ 63,000-ഓളം നായകളെ വന്ധ്യംകരണം നടത്തി. അടുത്ത മാസത്തോടുകൂടി പട്ടാമ്പിയിലെയും ഡിസംബറോടെ മണ്ണാർക്കാടുമുള്ള കേന്ദ്രങ്ങളുടെ നിർമ്മാണവും പൂർത്തിയാവും. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ, ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ, ഗ്രാമപഞ്ചായത്ത് 3.5 ലക്ഷം രൂപ എന്നിങ്ങനെ ഫണ്ട് വകയിരുത്തിയാണ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. പറളി ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ കോങ്ങാട് MLA ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബിനിമോൾ മുഖ്യാതിഥിയായി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഇൻചാർജ് PG രാജേഷ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി. സേതുമാധവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ. രേണുകാദേവി, MB സജിത, T. അജിത്, ഷീബ സുനിൽ, S. അനിത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സുഷമ, M. ഷീബ ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.